Dear students, നമുക്ക് അടുത്ത് നോക്കാനുള്ളത് 8251 ഇൻ്റർഫേസിംഗ് വിത്ത് 8085 മൈക്രോപ്രോസർ ആണ്. സോ 8251 എന്ന് പറയുന്നത് യുസാർട്ടാണ്. യുസാർട്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ എന്നാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർഫേസിംഗ് പറയുന്നതിന് മുമ്പ് 8251 പിൻ ഡയഗ്രാം ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഇപ്പോൾ 8251 എന്ന് പറയുന്ന യുസാർട്ടാണെന്ന് പറഞ്ഞു. ഇതൊരു പെരിഫറൽ ഡിവൈസ് ആണ്. 8251 receives parallel data from the microprocessor or CPU. Then it transmits serial data after the conversion. ഇപ്പോൾ പാരലൽ ഡേറ്റ റിസീവ് ചെയ്ത് സീരിയലായിട്ട് കൺവെർട്ട് ചെയ്ത് സീരിയൽ ഡിവൈസസ് അതായത് മോഡത്തിലോട്ടൊക്കെ സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ മോഡുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡത്തിൽ നിന്നുള്ള സീരിയൽ ഡേറ്റ റിസീവ് ചെയ്ത് പാരലായിട്ട് കൺവെർട്ട് ചെയ്ത് പ്രോസസ്സറിന് സെൻഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സറും മോഡവും കണക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 8251 എന്ന് പറയുന്ന IC മിഡിലിൽ യൂസ് ചെയ്യാം. ഒരു ഡേറ്റ എക്സ്ചേഞ്ചിന് യൂസ് ചെയ്യാം. അപ്പോൾ പാരലൽ ഡേറ്റ ഫ്രം ദ മൈക്രോപ്രോസസർ സീരിയൽ ഡേറ്റ ആയിട്ട് കൺവെർട്ട് ചെയ്ത് മോഡത്തിന് സെൻഡ് ചെയ്യും. അതേപോലെ തന്നെ മോഡത്തിൽ നിന്നുള്ള സീരിയൽ ഡേറ്റ 1 by 1 ആയിട്ട് കളക്ട് ചെയ്ത് പാരലായിട്ട് കൺവെർട്ട് ചെയ്ത് മൈക്രോപ്രോസസറിലോട്ട് സെൻഡ് ചെയ്യും. ഓക്കെ, ആ ഒരു 8251 ബ്ലോക്ക് ഡയഗ്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് data bus buffer, read or write control logic, modem control, then transmit buffer, transmit control block, receiver buffer and receiver control block. ഇനി 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എ ഡേറ്റ ബസ് ബഫർ. ഇപ്പോൾ മൈക്രോ പ്രോസസറുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസറിൻ്റെ 8-bit ഡേറ്റ ലൈൻസ് ഈ ഒരു ഡേറ്റ ബസ് ബഫറിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ എക്സ്ചേഞ്ച് നടക്കുന്നതും അതോടൊപ്പം തന്നെ കൺട്രോൾ വേർഡ്സ്, ദെൻ കമാൻഡ് വേർഡ്സ്, സ്റ്റേറ്റസ് ഇൻഫർമേഷൻസ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതും ത്രൂ ദിസ് ഡേറ്റ ബസ് ബഫർ. നെക്സ്റ്റ് ബ്ലോക്ക് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്. അപ്പോൾ മൈക്രോ പ്രോസസറുമായിട്ട് നിങ്ങൾ ഇൻ്റർകണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസറിൽ നിന്നുള്ള കൺട്രോൾ ഇൻഫർമേഷൻസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് 8251 ഇൻറ്റേർണലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യും. അതാണ് അവിടെ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിൽ ചെയ്യുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ഇറ്റ് കണ്ടെയ്ൻസ് ദ കൺട്രോൾ വേർഡ് രജിസ്റ്റർ ആൻഡ് കമാൻഡ് വേർഡ് രജിസ്റ്റർ. അത് സ്റ്റോർ ചെയ്യുന്നത് ദ വേരിയസ് കൺട്രോൾ ഫോർമാറ്റ്സ് ആണ് ഫോർ ദ ഡിവൈസ് ഫങ്ഷണൽ ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്മിറ്റ് ബഫർ. അപ്പോൾ ട്രാൻസ്മിറ്റ് ബഫർ ഇറ്റ് ആക്സെപ്റ്റ്സ് പാരലൽ ഡേറ്റ ഫ്രം ദ CPU ഓർ ദ പ്രോസസർ. ദെൻ അതിനുശേഷം ഇതിനെ സീരിയൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ് ഓൺ TXD പിൻ. ട്രാൻസ്മിറ്റ് ഡേറ്റ എന്നാണ് TXD പിൻ. ഓക്കെ, ട്രാൻസ്മിറ്റ് ബഫർ എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ ബഫറാണ്. അതായത് 2 രജിസ്റ്റേഴ്സ് അവിടെ വരുന്നുണ്ട്, എ ബഫർ രജിസ്റ്റർ ആൻഡ് ആൻ ഔട്ട്പുട്ട് രജിസ്റ്റർ. നമ്മളവിടെ മൈക്രോ പ്രോസസറുമായിട്ട് ഇത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ മൈക്രോ പ്രോസസർ റൈറ്റ്സ് എ ബൈറ്റ് ഇൻ ദ ബഫർ രജിസ്റ്റർ. ബഫർ രജിസ്റ്ററിലാണ് ആദ്യം ഡേറ്റ പാരലൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് to the output register when it is empty. The output register then transmits serial data through the TXD pin, transmit pin. അപ്പോൾ മൈക്രോ പ്രോസസർ ഈ ഒരു പാരലൽ ഡേറ്റ അവിടെ റൈറ്റ് ചെയ്യുന്നത് ആ ഒരു ബഫർ രജിസ്റ്ററിലാണ്, ഡേറ്റ ബഫറിലാണ്. ദെൻ ഡേറ്റ ബഫർ എന്താ ചെയ്യുന്നത്, അവിടെ കിട്ടിയ ഡേറ്റ ഈ ഒരു ഔട്ട്പുട്ട് രജിസ്റ്ററിലോട്ട് സെൻഡ് ചെയ്യും. ഔട്ട്പുട്ട് രജിസ്റ്റർ empty ആണെന്നുണ്ടെങ്കിൽ മാത്രമേ സെൻഡ് ചെയ്യത്തുള്ളൂ. ദെൻ ഔട്ട്പുട്ട് രജിസ്റ്റർ എന്താ ചെയ്യുന്നത്, 1 by 1 ആയിട്ട് ഈ ഒരു ഡേറ്റ സെൻഡ് ചെയ്യും. സീരിയൽ ട്രാൻസ്മിഷനാണ് നടക്കുന്നത്. ബിക്കോസ് 1 by 1 ആയിട്ടാണ് ഓരോ ബിറ്റും സെൻഡ് ചെയ്യുന്നത് ത്രൂ ദ TXD പിൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇപ്പോൾ അസിൻക്രണസ് ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് സിൻക്രണസും അസിൻക്രണസ് ട്രാൻസ്മിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസിൻക്രണസ് ട്രാൻസ്മിഷനിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റ സെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ബിറ്റ് സെൻഡ് ചെയ്യും. അപ്പോൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ബിറ്റ്സ് കൂടി സെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ആ ഒരു ട്രാൻസ്മിറ്റർ കൺട്രോൾ ബ്ലോക്ക് നോക്കാം. അവിടെ വരുന്ന പിൻസ് എന്ന് പറയുന്നത്, മെയിൻ പിൻസ് എന്ന് പറയുന്നത് TXRDY, അതായത് ട്രാൻസ്മിറ്റ് റെഡി എന്നാണ്. ദെൻ ട്രാൻസ്മിറ്റർ empty, ദെൻ ട്രാൻസ്മിറ്റർ ക്ലോക്ക്. ട്രാൻസ്മിറ്റ് റെഡി പിൻ ഇതൊരു ഔട്ട്പുട്ട് സിഗ്നലാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മൈക്രോപ്രോസസർ ദാറ്റ് ദ ബഫർ രജിസ്റ്റർ ഈസ് empty ആൻഡ് ദ യുസാർട്ട് ദറ്റ് ഈസ് 8251 ഈസ് റെഡി ടു അക്സെപ്റ്റ് എ ഡേറ്റ ക്യാരക്ടർ. സോ മൈക്രോ പ്രോസസറിന് ഈ ട്രാൻസ്മിറ്റ് റെഡി പിൻ്റെ സ്റ്റേറ്റസ് റീഡ് ചെയ്യാം.
ഇപ്പോൾ ബഫർ രജിസ്റ്റർ എം ടി ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്മിറ്റ് റെഡി പിൻ ആക്റ്റീവ് ആവും. ആ സമയത്ത് മൈക്രോ പ്രോസസ്സിന് മനസ്സിലാവും ആ രജിസ്റ്റർ എം ടി ആണ്. സോ ദാറ്റ് ദ മൈക്രോ പ്രോസസർ ക്യാൻ റൈറ്റ് സം ഡേറ്റ ടു ദ ബഫർ ഫോർ ദ ട്രാൻസ്മിഷൻ. അപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ ഡേറ്റ ഈ ഒരു ഡേറ്റ ബഫറിലോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിൻ എന്ന് പറയുന്നത്, ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് റീസെറ്റ് ആകും. നെക്സ്റ്റ് ട്രാൻസ്മിറ്റർ എം ടി പിൻ. ഇതും ഒരു ഔട്ട്പുട്ട് സിഗ്നലാണ്. ഇൻ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, if the microprocessor has failed to load a new character in time, then the transmitter MT will go high. So a high on this line indicates that the output buffer is empty. Next block is a receiver buffer. ഇപ്പോൾ ട്രാൻസ്മിറ്റർ ബഫറിൽ എന്താണ് ചെയ്തത്? പ്രോസസ്സറിൽ നിന്നുള്ള 8-bit പാരലൽ ഡേറ്റ കളക്ട് ചെയ്ത് സീരിയലായിട്ട് കൺവെർട്ട് ചെയ്ത് സെൻഡ് ചെയ്യുന്നു. റിസീവർ ബഫറിൽ ഇപ്പോൾ സീരിയൽ ഡിവൈസസ്, മോഡം പോലുള്ള സീരിയൽ ഡിവൈസിൽ നിന്ന് സീരിയൽ ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്. ദെൻ അത് പാരലായിട്ട് കൺവെർട്ട് ചെയ്ത് മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ സി പി യുയിലോട്ട് സെൻഡ് ചെയ്യും. സോ ദ റിസീവർ അക്സെപ്റ്റ്സ് സീരിയൽ ഡേറ്റ ഓൺ ദ RxD ലൈൻ, റിസീവ് ഡേറ്റ ലൈൻ എന്നാണ്, ആൻഡ് ഇറ്റ് കൺവേർട്സ് ദി സീരിയൽ ഡേറ്റ ടു ദ പാരലൽ ഫോമാറ്റ്. നെക്സ്റ്റ് ബ്ലോക്ക് ഈസ് റിസീവർ കൺട്രോൾ. റിസീവ് റെഡി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് പിന്നാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് it is ready to receive the data. Will goes high or active. Next pin is a receiver clock. This clock controls the rate at which the character is to be received by 8251 in the synchronous mode. ഇപ്പോൾ സിങ്ക്രണസ് മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്ലോക്കിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ബോഡ് റേറ്റ് എന്ന് പറയുന്നത്. അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനിൽ ബോഡ് റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്മിഷനിൽ ട്രാൻസ്മിറ്റ് ക്ലോക്ക് എന്ന് പറയുന്ന പിന്നുണ്ട്. അവിടെയും നമുക്ക് പ്രത്യേകം ക്ലോക്ക് കൊടുക്കാം. അതിനനുസരിച്ചായിരിക്കും ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. അവിടെയും സിങ്ക്രണസ് മോഡിൽ ട്രാൻസ്മിഷൻ ക്ലോക്കിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ബോഡ് റേറ്റ് എന്ന് പറയുന്നത്. അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനിൽ ബോഡ് റേറ്റ് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് മോഡം കൺട്രോൾ സിഗ്നൽസ് ആണ്. 4 സിഗ്നൽസ് ആണ് അവിടെ വരുന്നത്. DSR, DTR, ദെൻ CTS ആൻഡ് RTS. ഇപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ടെർമിനൽ റെഡി ആണോ അല്ലെങ്കിൽ ബിസി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഡേറ്റ എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന സിഗ്നൽസ് ആണ് ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ്. ഓക്കെ, അതാണ് മോഡം കൺട്രോൾ സിഗ്നൽസ്. നെക്സ്റ്റ് ഇറ്റ്സ് എ കൺട്രോൾ വേർഡ് ഓഫ് 8251. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് the complete functionality of 8251 can be defined by passing appropriate control word to 8251. The control words of the block diagram are split into 2 formats, mode instruction and second one is command instruction. First mode instruction format ആണ് അവിടെ തന്നിരിക്കുന്നത്. ഒരു 8-bit ഫോമാറ്റ് ആണ്. അതിൽ ഫസ്റ്റ് 2 bits എന്ന് പറയുന്നത് ബോഡ് റേറ്റ് സെലക്ടർ ആണ്. 00 ആണെന്നുണ്ടെങ്കിൽ സിങ്ക്രണസ് മോഡിലായിരിക്കും. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്ലോക്കിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ബോഡ് റേറ്റ് എന്ന് പറയുന്നത്. 011011 അസിങ്ക്രണസ് മോഡ്സിലാണ്. അതിൻ്റെ ബോഡ് റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ D2, D3 ക്യാരക്ടർ ലെങ്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. 5 bits, 6 bits, 7 bits, 8 bits ഓപ്ഷൻസ് ഉണ്ട്. സോ 0001 1011 സെറ്റ് ചെയ്യാം. ദെൻ D4, D5 പാറ്റി ജനറേഷന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. 10 ആണെന്നുണ്ടെങ്കിലും 00 ആണെന്നുണ്ടെങ്കിലും അവിടെ നോ പാറ്റി ആണ്. ഇനി 01 ആണെന്നുണ്ടെങ്കിൽ ഓഡ് പാറ്റി ജനറേഷന് വേണ്ടിയിട്ടാണ്. 11 ആണെന്നുണ്ടെങ്കിൽ ഈവൻ പാറ്റി ജനറേഷന് വേണ്ടിയിട്ടാണ്. ദെൻ D6 ആൻഡ് D7 ഫ്രെയിമിംഗ് കൺട്രോൾ ബിറ്റ്സ് ആണ്. 00 നോട്ട് വാലിഡ്. 01 ആണെന്നുണ്ടെങ്കിൽ 1 സ്റ്റോപ്പ് ബിറ്റ് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. 10 ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 1.5 സ്റ്റോപ്പ് ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 11 ആണെന്നുണ്ടെങ്കിൽ 2 സ്റ്റോപ്പ് ബിറ്റ്സ് യൂസ് ചെയ്യും. അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനിലാണ് ഈ സ്റ്റോപ്പ് ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോഡ് ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് കമാൻഡ് ഇൻസ്ട്രക്ഷൻ. കമാൻഡ് ക്യാരക്ടർ നമ്മൾ ഇഷ്യൂ ചെയ്യണം. ഇപ്പോൾ കമാൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫോമാറ്റാണ് അവിടെ തന്നിരിക്കുന്നത്. അതും 8-bit സ്ട്രക്ചർ തന്നെയാണ്, ഫോമാറ്റ് തന്നെയാണ്. ട്രാൻസ്മിറ്റ് എനേബിൾ ചെയ്യാം. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് എനേബിൾ ആണ്. 1 ആണെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യും ട്രാൻസ്മിറ്റ് മോഡ്. 0 ആണെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യും. അതേപോലെ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് DTR, ദെൻ RTS അത് എനേബിൾ ചെയ്യാം. അതേപോലെ തന്നെ D2 നോക്കി, റിസീവ് മോഡ് എനേബിൾ ചെയ്യാം. 1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ചെയ്യാം. 0 പാസ് ചെയ്ത് കഴിഞ്ഞാൽ
ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഇൻറ്റേർണൽ റീസെറ്റിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ 825 മോഡ്സും കൺട്രോൾസും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷൻ റെഡിയാണ്, അത് വർക്ക് ചെയ്യും. ഇനി കമ്മ്യൂണിക്കേഷൻ ടൈമിൽ സ്റ്റേറ്റസ് നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ട്രാൻസ്മിറ്റ് റെഡി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് ആണ്, റിസീവ് റെഡി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് ആണ്, ട്രാൻസ്മിറ്റ് എംറ്റി എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റസ് ആണ്. അപ്പോൾ ഇത്തരം സ്റ്റേറ്റസ് സിഗ്നൽസ് റീഡ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചറിലാണ്. ആ ഒരു 8-bit സ്ട്രക്ചർ കൂടി നോട്ട് ചെയ്യുക. ദിസ് ദ സ്റ്റേറ്റസ് രജിസ്റ്റർ ഫോർമാറ്റ്. നെക്സ്റ്റ്, കൺട്രോൾ വേർഡും ഡേറ്റയും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. 8251 C-bar D-bar എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. കൺട്രോൾ വേർഡും അല്ലെങ്കിൽ സ്റ്റേറ്റസും ഡേറ്റയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ആ ഒരു പിൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു ടേബിൾ നോക്കുക. ദാറ്റ് ഈസ് ഓപ്പറേഷൻ ബിറ്റ്വീൻ CPU അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ ആൻഡ് 8251. അവിടെ C-bar D-bar ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റാ ബസ് എന്ന് പറയുന്ന ട്രൈ സ്റ്റേറ്റിലായിരിക്കും. ഇനി C-bar D-bar 1, റീഡ് ബാർ 0, റൈറ്റ് ബാർ 1 ആണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസറിന് സ്റ്റേറ്റസ് റീഡ് ചെയ്യാൻ പറ്റും. 8251 സ്റ്റേറ്റസ് മൈക്രോ പ്രോസസറിന് റീഡ് ചെയ്യാൻ പറ്റും. അത് RD-bar 0 ആയതുകൊണ്ട് തന്നെ അത് റീഡ് ഓപ്പറേഷനാണ്. ദെൻ C-bar D-bar 1, RD-bar 1, WR-bar 0 ആണെന്നുണ്ടെങ്കിൽ CPU-ന് അതായത് മൈക്രോ പ്രോസസറിന് കൺട്രോൾ ഇൻഫർമേഷൻ, കൺട്രോൾ വേർഡ് 8251 റൈറ്റ് ചെയ്യാം. ഓക്കെ, അത് റൈറ്റ് ഓപ്പറേഷനാണ്. ദെൻ C-bar D-bar 0, RD-bar 0, WR-bar 1 ആണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസറിന് ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ C-bar D-bar 0, RD-bar 1, WR-bar 0 ആണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസറിന് 8251 ഡേറ്റ റൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻസിലെല്ലാം 8251 സെലക്ട് ചെയ്തിരിക്കണം. അതായത് ചിപ്പ് സെലക്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ.